ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് ആക്ച്വലി 2021 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ചുരുങ്ങിയ 3-4 വർഷ കാലയളവിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റതിൽ ഫസ്റ്റ് പൊസിഷനിലെത്തിയത് ടാറ്റ പഞ്ചായിരുന്നു. അവിടെ ആക്ച്വലി മാരുതിയുടെ വാഗണർ പോലെയുള്ള വാഹനങ്ങളാണ് ആ ഒരു സ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റതിൽ നിന്നും ആ ഒരു പൊസിഷനിലേക്ക് ടാറ്റ എത്തി. ജനുവരി 2025 വാഗണർ തിരിച്ചു പിടിച്ചു എങ്കിലും ടാറ്റ നല്ലൊരു രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് കുറച്ചും കൂടി സേഫ്റ്റി കൺസേൺ ആയി. അപ്പോൾ സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കാറാണ് ഈ ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ പഞ്ചിൻ്റെ ഓൺ റോഡ് പ്രൈസ്, അതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാറ്റ പഞ്ചിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,44,000 രൂപ മുതൽ 12,58,000 രൂപ വരെയാണ്. അപ്പോൾ ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എപ്പോഴും മാനുഫാക്ചർ കൊടുക്കുന്ന ഒരു എമൗണ്ട് പ്രൈസ്, അതിൻ്റെ കൂടെ ഡീലർ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ, പ്രത്യേകം ഫെസ്റ്റിവൽ സീസൺ പോലെയുള്ള സമയങ്ങളിൽ ഓഫർ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു എമൗണ്ടിന് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് വരുന്ന ഒരു എമൗണ്ടാണ് ആക്ച്വലി ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. പല സമയത്തും പല രീതിയിലായിരിക്കും. നമ്മൾ പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് പെട്രോൾ എഞ്ചിനിലും അതുപോലെ തന്നെ CNG പെട്രോൾ ഓപ്ഷനിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ക്രോസ് ഓവർ സിറ്റി കാറാണ്, 5 ഡോർ SUV. ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പൂനെയിലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്ലാന്റിലാണ്. അപ്പോൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ് ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത് ആൽഫ ആർക്ക് പ്ലാറ്റ്ഫോമാണ്. പുതിയ ടെക്നോളജിയിൽ ടാറ്റ വികസിപ്പിച്ചെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. മാക്സിമം സേഫ്റ്റി കസ്റ്റമേഴ്സിന് പ്രധാനം നൽകുന്ന ഒരു ഫീച്ചർ കൂടിയാണ് ടാറ്റ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പഞ്ചിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ വരുന്നത് 1200 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള 1.2 ലിറ്റർ റിവോട്രോൺ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിൻ്റെ പവർ ഹൗസ് ആയിട്ട് വരുന്നത്. ഒരു ഡീസൻറ്റ് സ്പെക്കിലുള്ള എഞ്ചിനാണ്. നമുക്ക് വലിയ രീതിയിലുള്ളൊരു പവർഫുൾ എഞ്ചിൻ ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റില്ലെങ്കിലും മാക്സിമം പവർ കിട്ടുന്ന അത്യാവശ്യം ടോർക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു റിവോട്രോൺ സീരീസിൽ പെട്ടുന്ന 1200 cc അല്ലെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. നമുക്ക് ഇത് പെട്രോളിലും CNG ഓപ്ഷനിലും വാഹനം അവൈലബിൾ ആണ്. 1199 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനുള്ള ഒരു വൈബ്രേഷനും ചെറിയ നോയ്സ് ഒക്കെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനും ഉണ്ട്. അതൊരു 3 സിലിണ്ടർ എഞ്ചിൻ്റെ പ്രത്യേകതയാണ്. എന്നാലും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പവർ ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6000 RPM 87.8 PS പവറാണ്. അതുപോലെ തന്നെ 115 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം വരുന്നത് 5 സ്പീഡ് മാനുവലിലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതും 5 സ്പീഡ് AMT ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വരുന്നത് 3727 mm, വിഡ്ത്ത് വരുന്നത് 1742 mm, ഹൈറ്റ് വരുന്നത് 1615 മില്ലിമീറ്ററുമാണ്. വീൽ ബേസ് വരുന്നത് 2445 മില്ലിമീറ്ററാണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതാണ് അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് 187 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് വരുന്നത് 366 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ CNG വാഹനത്തിൽ നമുക്കറിയാം ഡിക്കിയിൽ CNGയുടെ ടാങ്ക് ഉണ്ടാവും. ഈ ഒരു വാഹനത്തിന് 2 സ്റ്റോറേജ് ടാങ്ക് അവൈലബിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ CNG കിറ്റുള്ള വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് 210 ലിറ്ററാണ്. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും റിയർ ഡ്രം മെക്കാനിസമാണ് വരുന്നത്. സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡന്റ് ലോവർ ഈഷ്ബോൺ മാക്വേഴ്സൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് മെക്കാനിസത്തിലുള്ള സസ്പെൻഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൈഡ് നമുക്ക് ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. അതായത് വലിയ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെമി ഇൻഡിപെൻഡന്റ് ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആൻഡ് ഷോക്ക് അബ്സോർബർ മെക്കാനിസമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീലിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 വേരിയന്റിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈസ് വരുന്നത്. ഒന്ന് റേഡിയസ് 15 16 ഇഞ്ചിലും ഈ ഒരു വാഹനത്തിൻ്റെ വേരിയന്റ് അനുസരിച്ച് ടയറിൻ്റെ സൈസിൽ വ്യത്യാസം വരും.
ഫ്യൂവൽ ടാങ്ക് 37 ലിറ്റർ പെട്രോൾ കപ്പാസിറ്റി കൊള്ളുന്ന ഫ്യൂവൽ ടാങ്കാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ വാറണ്ടി നോക്കിക്കഴിഞ്ഞാൽ വാറണ്ടി ഒക്കെ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഇലക്ട്രിക് സൺറൂഫ് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലെതർ സ്റ്റിയറിംഗ് ആൻഡ് ഗിയർ നോബ് നമുക്ക് ഈ വാഹനത്തിൽ ഫീച്ചേഴ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. റിയർ AC വെൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പെട്രോളും CNGയും കൂടാതെ EV വേരിയൻറ്റിൽ നമുക്ക് പഞ്ച് അവൈലബിൾ ആണ്. നമുക്ക് EVയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഡ്യുവൽ എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ ഇൻ ക്യാപ്പിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ് കിട്ടിയ വാഹനമാണ്, നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആഡായിട്ടുണ്ട്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ABS, EBD തുടങ്ങിയ സിസ്റ്റവും ഈ ഒരു വാഹനത്തിലുണ്ട്. അതേപോലെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, ഓട്ടോ ഹെഡ് ലാമ്പ് ആൻഡ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അത് ഒരു പരിധിവരെ നമുക്ക് പല സിറ്റുവേഷനിലും ഉപകാരമാണ്, അതേപോലെ തന്നെ ഉപദ്രവമാണ് എന്ന കാര്യം പറയാതെ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. AMD ട്രാൻസ്മിഷനുള്ള വാഹനം നമുക്ക് ക്വിക്കായിട്ട് റെസ്പോൺസ് ചില സാഹചര്യങ്ങളിൽ കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ എക്കോ സിറ്റി ഡ്രൈവ് മോഡുകളും ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് എക്കണോമിക്കലി ഓടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കാം, സിറ്റി ഡ്രൈവിലാണെങ്കിൽ അങ്ങനെ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പല സാഹചര്യങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരു 3 സിലിണ്ടർ എൻജിൻ ഇത്രയും ബോഡി വെയിറ്റുള്ളൊരു വാഹനത്തിൽ നമുക്ക് മാക്സിമം 1 വേയിൽ നമ്മൾ കൃത്യമായി ഒരു മൈലേജ് കിട്ടുന്ന രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 15+ മൈലേജ് നമുക്ക് കിട്ടും. ഇനി അത് സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 15-ന്റെ താഴെ, അതായത് 10 to 15-ന്റെ താഴെ ആ ഒരു റേഞ്ചിൽ നിൽക്കും. അത് ഈ 3 സിലിണ്ടർ എഞ്ചിനുള്ള ഇത്രയും ബോഡി വെയിറ്റുള്ള ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലും നമുക്ക് ഡീസൻ്റായിട്ട് നമ്മളൊരു ക്വിക്കായിട്ട് ആക്സിലേഷൻ കൊടുക്കാതെ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൈലേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത്, ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓടി ചെയ്ത് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് നമുക്ക് ഈ ഒരു വാഹനം തരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കിതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 26.03 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ഫെസിലിറ്റീസ് അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 4 സ്പീക്കർ ആൻഡ് 2 ട്യൂട്ടേഴ്സ് സെറ്റപ്പ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോളും ആഡ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സെറ്റപ്പുകൾ, ഫാസ്റ്റ് C-ടൈപ്പ് ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയാണ്. CNG വാഹനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡിക്കിയിലാണ് നമ്മൾ CNG സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് 2 ടാങ്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിക്കിയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സിംഗിൾ അഡ്വാൻസ്ഡ് ECU, അതായത് നമുക്ക് പെട്ടെന്ന് CNGന്ന് പെട്രോൾ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പെട്രോൾ മോഡിൽ നിന്ന് CNG മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക, വളരെ ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന, ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സിംഗിൾ അഡ്വാൻസ്ഡ് ECU എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് ഇൻ CNG. ഇപ്പോൾ ചില വാഹനങ്ങളിൽ പെട്രോളിലാണ് വാഹനം ഇനീഷ്യലി ഇഗ്നിഷനായി സ്റ്റാർട്ടാകുന്നത്, അതിന് ശേഷമാണ് അത് CNGയിലേക്ക് കൺവേർട്ട് ആകുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് CNG തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂവലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പെട്രോളിലേക്കും അല്ലെങ്കിൽ CNGയിലേക്കും വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഈ ഒരു വാഹനത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CNG ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് സേഫ്റ്റി കൺസേൺ അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ലീക്ക് ഡിറ്റക്ഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ലീക്ക് ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷട്ട് ഓഫ് ആയിട്ട് അത് പെട്രോൾ സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ തെർമൽ ഇൻസിഡൻറ്റ് പ്രൊട്ടക്ഷൻ, ഓവർ ഹീറ്റ് വരുന്ന സാഹചര്യത്തിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഓവർ ഹീറ്റായിട്ട് നമ്മളെ CNG ടാങ്കിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് അറ്റ്മോസ്ഫിയറിലേക്ക് CNG ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു ടെക്നോളജി കൂടി ഈ ഒരു വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ പഞ്ച്
വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്നു. കോമ്പറ്റേറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പുലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ടാറ്റ പഞ്ച് ഒരുപടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സെയിലിൻ്റെ റിപ്പോർട്ടിലും പഞ്ച് കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈലിഷ് ഗൺ മെറ്റൽ സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട്. അതുപോലെ തന്നെ 16 ഇഞ്ചിന്റെ ചാർക്കോൾ ഗ്രേ അലോയ് വീൽസും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ പഞ്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് ആർക്കാണ് ഈ വാഹനം കറക്റ്റ് സ്യൂട്ടബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ചോയ്സ് ആണ് ടാറ്റയുടെ ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മാന്യമായ രീതിയിൽ വൺ വേ പോലുള്ള റോഡുകളിൽ അല്ലെങ്കിൽ റഷ് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 15+ മൈലേജ് നമുക്ക് കിട്ടും. അത് നേരെ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 12, 13 അല്ലെങ്കിൽ 10 to 15 ഇടയിൽ നിൽക്കും. കാരണം ബോഡി വെയിറ്റുള്ള വണ്ടിയാണ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൺസേൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഈ വാഹനം യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹൂണ്ടായുടെ അല്ലെങ്കിൽ ടൊയോട്ടയുടെ മാരുതിയിൽ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കറക്റ്റ് റിസോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അത് യാഥാർത്ഥ്യത്തിൽ ടാറ്റയുടെ സർവീസിലുണ്ട്. അത് ഓരോ ഘട്ടത്തിലും ക്ലിയർ ചെയ്ത് വരുന്നുണ്ടെങ്കിലും അതിനൊരു പോരായ്മ തന്നെ ചെറിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ചോയ്സാണ് ഈ ഒരു 5 സ്റ്റാർ സേഫ്റ്റി സ്റ്റാൻഡേർഡുള്ള ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ച് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിങ്ങളുടെ റിവ്യൂ ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ്, സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.